പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മക്കളെല്ലാവരെയും അങ്ങയുടെ തിരുസന്നത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളുടെ പരീക്ഷാ വിജയത്തിനു വേണ്ടി, ഞങ്ങളുടെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ മക്കളുടെ വഴികളെ തുറക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് ഉന്നതമായ വിജയം നൽകണമേ. നന്നായിട്ട് പരീക്ഷ എഴുതാനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ മക്കളെ ഓരോരുത്തരെയും, ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും കർത്താവെ അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. കർത്താവെ, അങ്ങ് കൂട്ടിച്ചേർത്ത ഈ കൂട്ടായ്മയില് അങ്ങയുടെ കൃപാവർഷം ചൊരിഞ്ഞ് സ്വർഗത്തിന്റെ വലിയ അതിസ്വാഭാവികമായ കൃപകൾ നിറച്ച് സ്വർഗത്തിന്റെ സഹായത്താൽ ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീഡിയയിൽ പങ്കെടുത്തുകൊണ്ട് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയില് ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും, എല്ലാ മക്കളെയും, ഇവർ വസിക്കുന്ന വീട്, വീടിരിക്കുന്ന മണ്ണ്, ഇവരുടെ മക്കള് എല്ലാവരെയും എല്ലാറ്റിനെയും ഈശോയെ ബലിയോട് ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുദിന ബലിയില് എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരാധനയില് ജപമാലകളിലൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ, നമ്മുടെ മക്കളോടും കൂടെ, നമ്മുടെ കുടുംബങ്ങളോടും കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ ഓരോരുത്തരുടെ നിയോഗങ്ങള് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയില് മധ്യസ്ഥ പ്രാർത്ഥന സമയത്ത് കാർല മീഡിയ അതിലൂടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും, ഈ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കൾക്കും വേണ്ടി നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി മുടങ്ങാതെ അച്ഛൻ വിശുദ്ധ കുർബാനയിൽ പ്രത്യേകം സമർപ്പിച്ച് ആ സമൂഹത്തോട് പറഞ്ഞ് പ്രത്യേകം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം തന്നെ നിത്യാരാധനയില് നമ്മുടെ മക്കളുടെ ഈ കൂട്ടായ്മയുടെ നിയോഗങ്ങള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിന്റെ അതിശക്തമായ ഇടപെടല് നമുക്കും നമ്മുടെ മക്കൾക്കും അനുഭവിച്ചറിയാൻ സാധിക്കുന്നു. അനേകം മക്കളുടെ റിസൾട്ട് അറിഞ്ഞിട്ട് നല്ല വിജയം കൈവരിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞ് കുറെ പേര് വിളിക്കുന്നുണ്ട്. ഇനിയും റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളില്. പിന്നെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ അതിശക്തമായ ഇടപെടലും സ്വർഗത്തിന്റെ സഹായവും നമ്മുടെ മക്കൾക്ക് ലഭിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ഒരു വലിയൊരു മേഖല, നമ്മുടെ മക്കൾക്ക് നല്ല അഡ്മിഷൻസ് നല്ല സ്ഥലത്ത് കിട്ടണം. അഡ്മിഷൻ കിട്ടാന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മുടെ മക്കളുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട അവർ തിരഞ്ഞെടുക്കേണ്ട കോഴ്സുകൾ ഏതാണ്, പഠിക്കാൻ നല്ല തീരുമാനം. ഒത്തിരി മക്കള് നല്ല സമയത്ത് തെറ്റായ തീരുമാനം എടുത്തതിന്റെ പേരില് വർഷങ്ങൾ നഷ്ടപ്പെട്ട്, സമയം നഷ്ടപ്പെട്ട് വേദനിക്കുന്ന ഒത്തിരി മക്കളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കള് പ്ലസ് 2 കഴിഞ്ഞു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു, ഇനി എന്ത് പഠിക്കണം, ഇനി അഡ്മിഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ ഏത് സബ്ജക്റ്റ് എടുക്കണം, ഏത് വിഷയം എടുക്കണം, അതിനെ കുറിച്ചൊക്കെ ഒരു വ്യക്തമായ തീരുമാനമെടുക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ദൈവത്തിന്റെ മനസ്സ് ഈ മക്കൾക്ക് വെളിപ്പെടുത്തി കിട്ടുക. അല്ലെങ്കിൽ പല കോഴ്സുകളും പഠിച്ചിട്ട് പല മക്കളും 2-3 വർഷം പഠിച്ചിട്ട് പറയണം, അത് ഉപേക്ഷിച്ചു പോകുന്ന മക്കള്. അങ്ങനെ പാടില്ല. നല്ല തീരുമാനം, ഉപരി പഠന മേഖലകളിൽ ഏത് വിഷയം പഠിക്കണം, ഏത് ഓറിയന്റേഷനിൽ മുന്നോട്ട് പോകണം, അതിനുള്ള കൃത്യമായ തീരുമാനം എടുത്ത് അതിനുവേണ്ടി അഡ്മിഷന് വേണ്ടി ശ്രമിക്കണം. തീരുമാനം ആദ്യത്തെ നിയോഗം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മക്കൾക്ക് അഡ്മിഷൻ കിട്ടണം നല്ല സ്ഥലങ്ങളില്, നല്ല കോളേജുകളില്, നല്ല സാഹചര്യമുള്ള സ്ഥലങ്ങളില്, നല്ല കൂട്ടുകെട്ടുകൾ ലഭിക്കുന്ന സ്ഥലങ്ങളില്, നല്ല ഉന്നതമായ സാധ്യതയുള്ള സ്ഥലങ്ങളില് നമ്മുടെ മക്കൾക്ക് അഡ്മിഷൻ ലഭിക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കള് നമ്മുടെ സ്ഥാപനങ്ങളിൽ അവർക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ പേര് പറയുന്ന കാര്യമാണ്, അഡ്മിഷൻ ചെല്ലുമ്പോൾ പല സ്ഥലങ്ങളിൽ ലക്ഷങ്ങൾ ചോദിക്കുന്ന നമ്മുടെ സ്ഥാപനങ്ങൾ, യോഗ്യത ഉണ്ടായിട്ടും മാർക്കുണ്ടായിട്ടും കിട്ടാത്ത മക്കൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മക്കളുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സ്വർഗം ഇടപെട്ട് സ്വർഗത്തിന്റെ സഹായത്തില് നമ്മുടെ മക്കൾക്ക് നല്ല കോഴ്സുകളും
നല്ല കോളേജുകൾ ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് ഇന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മുടെ മക്കള് നല്ല തീരുമാനങ്ങൾ എടുത്ത് അതിനുവേണ്ടി കഷ്ടപ്പെടാനുള്ള മനസ്സ് വെച്ച് നമുക്ക് മക്കൾക്ക് വേണ്ടി ആ വലിയ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ സാമ്പത്തിക മേഖല, ഒത്തിരിയേറെ മാതാപിതാക്കള് മക്കളെ പഠിപ്പിക്കാൻ പറ്റാതെ വേദനിക്കുന്നവരുണ്ട്. ആ മാതാപിതാക്കളെ സമർപ്പിക്കാം. അവരുടെ മക്കളുടെ ഉപരിപഠനാർത്ഥം അഡ്മിഷൻ, അതുമായിട്ട് സാമ്പത്തിക മേഖല, നല്ല തീരുമാനങ്ങള്, ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനമെടുക്കാനും മറ്റ് സ്ഥലങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകൾക്കും വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കള് ഈശോയോട് ചേർന്നിരുന്ന് ദൈവത്തിന്റെ ഹിതമറിഞ്ഞ് ദൈവം പറയുന്ന കോഴ്സുകൾ എടുത്ത് കർത്താവിന് കൂടെ നിർത്തി പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയാകണം. എൻ്റെ ആഗ്രഹം നമ്മുടെ ഈ മക്കള്, നമ്മുടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്ന മക്കള് അതിശക്തമായ അഭിഷേകത്താൽ നിറഞ്ഞ് അടഞ്ഞുപോയ വാതിലുകൾ തുറക്കപ്പെട്ട് അവരുടെ അഡ്മിഷന്റെ വഴികളൊക്കെ തുറക്കപ്പെട്ട് നല്ല കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാനും അതിൽ നിന്ന് വലിയ വിജയം കൈവരിക്കുവാനും മക്കൾക്കിടയാകണം. എന്നിട്ട് നമ്മുടെ മക്കൾ ഉന്നത സ്ഥാനങ്ങളിൽ എത്തണം. പല എല്ലാ മേഖലകളിലും അങ്ങനെ വലിയൊരു അഭിഷേകത്തിന് വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ഇവിടുത്തെ ആരാധനയിലും വിശുദ്ധ കുർബാനയിലും ഒക്കെ ഈ ഒരു നിയോഗത്തിന് വേണ്ടി പ്രത്യേകം ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ മക്കള്, ഞാൻ പറഞ്ഞില്ലേ, നല്ല തീരുമാനമെടുത്ത് അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡിസിപ്ലിനോടെ ആ വിഷയങ്ങളിലേക്ക്, ആ കോഴ്സുകളിലേക്ക് പ്രവേശിക്കാനും അതിനുവേണ്ട നല്ല സ്ഥലങ്ങൾ, അഡ്മിഷൻ നമ്മുടെ മക്കൾക്ക് കിട്ടണം. അതിനൊക്കെ വേണ്ടി ശക്തമായിട്ട് നമ്മുടെ മക്കൾക്കായിട്ട് പ്രാർത്ഥിക്കണം. നമുക്കൊരു നിമിഷം നമ്മുടെ എല്ലാ മക്കളെയും ഈ മേഖലയെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ എല്ലാ മക്കളെയും തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണയുടെ സംരക്ഷണം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഏത് വിഷയമെടുക്കണം, ഏത് കോഴ്സ് എടുക്കണം, അതിനെക്കുറിച്ചുള്ള വ്യക്തമായ തീരുമാനമെടുക്കാൻ ഈ സമയത്ത് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അവർക്ക് അനുയോജ്യമായ ഇടങ്ങളിൽ അഡ്മിഷൻ അങ്ങ് തന്നെ ഒരുക്കണമേ. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവേശനങ്ങള്, സാമ്പത്തിക മേഖലകള്, കർത്താവെ എല്ലാം അങ്ങ് തന്നെ ഒരുക്കണമേ. ഞങ്ങളുടെ സഭാസ്ഥാപനങ്ങളെ കർത്താവെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി തുറന്നു കൊടുക്കത്തക്ക വിധം സാമ്പത്തിക ലാഭത്തിനു വേണ്ടി കർത്താവെ പ്രസ്ഥാനങ്ങൾ നടത്താതെ മക്കൾക്ക് വേണ്ടി, മക്കളുടെ ആത്മരക്ഷയ്ക്കും സമഗ്രമായ വളർച്ചയ്ക്കും ഉന്നതരായി തീരാനുള്ള വിദ്യാഭ്യാസ മേഖലകൾക്ക് വേണ്ടി ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മക്കൾക്ക് വേണ്ടി, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി വാതിലുകൾ തുറന്നിടട്ടെ. അതുമായിട്ട് ബന്ധപ്പെട്ട സഭകളെ സമർപ്പിക്കുന്നു, കോളേജുകള്, പ്രസ്ഥാനങ്ങള്, സംവിധാനങ്ങൾ സമർപ്പിക്കുന്നു, അതിന് അധികാരികളെ സമർപ്പിക്കുന്നു, വൈദികരെ, സന്യസ്തരെ സമർപ്പിക്കുന്നു. അങ്ങയുടെ മക്കളെ സ്വീകരിക്കാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാനും, അങ്ങനെ അങ്ങയുടെ മക്കളെ എവിടെ ഏത് കോളേജിൽ പോയാലും അവിടെയൊക്കെ അങ്ങയുടെ സാന്നിധ്യവും സഹായവും അനുഭവിച്ചറിയാൻ മക്കൾക്കിടയാകട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. മക്കളുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വഴികളും കർത്താവെ അങ്ങ് തുറക്കണം. അടഞ്ഞത് തുറന്ന്, ഇനി ഏതെങ്കിലും നാശം വരുന്ന വഴികൾ, വേണ്ടാത്ത തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി വരുന്ന വഴികൾ തുറന്നു കിടക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം അടച്ച് വളരെയേറെ ശ്രദ്ധയോടെ, ഡിസിപ്ലിനോടെ, ചിട്ടയോടെ കർത്താവെ ഈ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റെല്ലാ വഴികളും തുറന്നു കിട്ടാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മ മാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, നിങ്ങളെല്ലാ സാന്നിധ്യവും സഹായവും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്നലെ തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ തിരുനാൾ ദിവസം ആഘോഷിച്ചു. ഒത്തിരിയേറെ മക്കൾക്ക് വേണ്ടി യോസേപ്പ് പിതാവിന്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാസം, മെയ് മാസം, വണക്കമാസത്തിന്റെ മാസമാണ്. പരിശുദ്ധ അമ്മയോടുള്ള വണക്കം
പ്രത്യേകമാവിധം നമ്മുടെ സഭയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ മെയ് മാസത്തില് നമ്മുടെ മക്കളുടെ നിയോഗങ്ങൾക്കെല്ലാം വേണ്ടി അത് അവന്റെ മധ്യസ്ഥത്തില് ശക്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ ഇടപെടല്, വലിയ ശക്തി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് നമ്മുടെ മക്കൾക്കെല്ലാം ലഭിക്കുമാറാകട്ടെ. നമ്മളിനി പന്തക്കുസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. അതിനു മുമ്പ് നമ്മളൊരു കുറച്ച് ദിവസം ഒരു വിടുതലുമായിട്ട് ബന്ധപ്പെട്ട മറ്റെല്ലാ ആത്മാക്കളെയും ബന്ധിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട് ഒരു വിടുതലിന്റെ ശുശ്രൂഷ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ അത് തുടങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ പന്തക്കുസ്തായ്ക്ക് വേണ്ടി ഏറ്റവും അടുത്ത ഒരുക്കം ഒരു 10 ദിവസം നമ്മൾ വലിയ പ്രാർത്ഥനയിലായിരിക്കും. അങ്ങനെ ഈ ദിവസങ്ങൾ അനുഗ്രഹത്തിന്റെയും അഭിഷേകത്തിന്റെയും ശക്തീകരണത്തിന്റെയും വലിയ വിടുതലിന്റെയും ഒക്കെ ദിവസങ്ങളൊക്കെ മാറ്റുവാൻ നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്താൽ നമ്മുടെ മക്കൾ നിറയാൻ, നമ്മുടെ കുടുംബങ്ങൾ നിറയാൻ എല്ലാം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ദൈവാനുഗ്രഹത്തിന്റെ ശക്തി നമ്മിലും നമ്മുടെ മക്കളിലും അവിടുന്ന് പ്രകടമാക്കട്ടെ. ആമേൻ.